ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാവിലെ ചായ കുടിച്ചുകൊണ്ട് റൂമിന് പുറത്തിരിക്കുകയാണ് നിധി. വിഷമത്തോടു കൂടിയിരിക്കുന്ന നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ഹരീഷ്. കുറച്ചപ്പുറത്തായി നിന്ന് ഫോൺ ചെയ്യുകയാണ് അരുൺ. നിഹാരിക ബോള് വെച്ച് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹരീഷ് അരികിലൂടെ നടന്നു പോവുകയാണ്. ഹരീഷിന്റെ ദേഹത്തേക്ക് ബോള് തട്ടുമ്പോൾ പുഞ്ചിരിച്ച് നിഹാരിക പറയുന്നു, സോറി അങ്കിൾ. സാരമില്ല മോളെ, പിടിക്കുന്നു പറഞ്ഞ് ബോൾ എടുത്ത് നിഹാരിക കയ്യിലേക്ക് കൊടുക്കുകയാണ് ഹരീഷ്. ശേഷം ഹരീഷ് ആലോചിച്ച് നിൽക്കുമ്പോൾ നിഹാരിക ചോദിക്കുന്നു, എന്റെ കൂടെ ബോൾ വെച്ച് കളിക്കുവോ? പുഞ്ചിരിച്ച് കളിക്കാന്ന് പറഞ്ഞ് ഹരീഷ് നിഹാരികയുടെ ഒപ്പം ബോൾ വെച്ച് കളിക്കുകയാണ്. ഫോണിൽ സംസാരിക്കുന്ന അരുൺ അവരെ ശ്രദ്ധിക്കുന്നതേയില്ല. ഹരീഷ് ചോദിക്കുന്നു, മോളുടെ അച്ഛൻ വന്നിട്ടില്ലേ? നിഹാരിക പറയുകയാണ്, അച്ഛൻ വന്നിട്ടുണ്ട്, ദാ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ശരി എന്ന് പറഞ്ഞ് അരുണിനെ ഒന്ന് നോക്കിയിട്ട് നിഹാരികയുടെ ഒപ്പം കളിക്കുകയാണ് ഹരീഷ്. വിഷമത്തോടുകൂടി കുറച്ചപ്പുറത്തായിരിക്കുന്ന നിധിയെ ഹരീഷ് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഹരീഷ് ചോദിക്കുന്നു, വാ ഞാൻ നിധിയുടെ അരികിൽ കൂട്ടിക്കൊണ്ടു പോട്ടെ. നിഹാരിക പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഹരീഷ് നിഹാരികയും എടുത്തുകൊണ്ട് നിധിയുടെ അരികിലേക്ക് പോവുകയാണ്. നിധി സന്തോഷത്തോടു കൂടി നിഹാരികയെ എടുക്കുകയാണ്. നിധി ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഹരീഷ് പറയുകയാണ്, ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മോള്. മോളുടെ അച്ഛൻ അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. മോളുടെ അച്ഛൻ വരുന്നതിന് മുമ്പേ കുറച്ചു സമയം ഏട്ടത്തി മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യട്ടെന്ന് ഞാൻ കരുതി. പുഞ്ചിരിച്ച നിധി പറയുന്നു, താങ്ക് യു ഹരീഷ്. ഹരീഷ് പറയുന്നു, നിങ്ങൾ സംസാരിക്കുക, ഞാൻ നോക്കട്ടെ. മോളുടെ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഹരീഷ് മറിഞ്ഞു നിന്ന് അരുണിനെ നോക്കുകയാണ്. നിഹാരികയും നിധിയും കളിച്ചു ചിരിച്ച് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അരുൺ ഫോൺ കട്ട് ചെയ്യുന്നത് കണ്ട് ടെൻഷനോടുകൂടി നിധിയുടെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, എടത്തി മോളുടെ അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. നിധി പറയുന്നു, നിഹാരികെ നീ ഇപ്പൊ പോ. അച്ഛൻ എന്തെങ്കിലും ചോദിച്ചാൽ എന്നെ കണ്ട കാര്യം പറയരുത്, പ്രോമിസ്. നിഹാരിക പ്രോമിസ് ചെയ്യുകയാണ്. നിധി നിഹാരികയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ നിഹാരികയും നിധിക്ക് ഉമ്മ കൊടുക്കുകയാണ്. ശേഷം നിഹാരികയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. അരുൺ കാണാതെ നിഹാരികയെ പിന്നിലായി കൊണ്ടുവിടുകയാണ് ഹരീഷ്. ഫോണിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന അരുൺ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിധിയുടെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, മോളുടെ അച്ഛൻ കാണുന്ന രീതിയിൽ മോളെ കൊണ്ട് വിട്ടിട്ടുണ്ട്. നിധി പറയുന്നു, താങ്ക് യു ഹരീഷ്. പുഞ്ചിരിച്ച് നിഹാരികയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അരുൺ. തുടർന്ന് സുഭാഷും സുധീഷും കൂടി വടംവലി നടത്തുകയാണ്. ഹരീഷും അവിടെ നിൽപ്പുണ്ട്. റിസോർട്ടിലുള്ള ആൾക്കാർ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയാണ്. സുധീഷിന് വിട്ടുകൊടുക്കാതെ ബലമായി വടം വലിക്കുകയാണ് സുഭാഷ്. ഈ സമയം നിധിയും നികേഷും അവിടേക്ക് വരികയാണ്. നിധിയെ കണ്ട് സുധീഷ് കണ്ണു കാണിക്കുമ്പോൾ സുഭാഷ് സുധീഷിന്റെ മുന്നിൽ തോറ്റു കൊടുക്കുകയാണ്. അവിടെ നിന്നിരുന്നിട്ട് സുഭാഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ടടാ സുധീഷെ. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടനെ ഞാൻ എങ്ങനെയാ തോൽപ്പിച്ചെന്ന് കണ്ടില്ലേ നിധി? അവരുടെ അരികിലേക്ക് വന്ന മൂന്നാല് ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഞങ്ങളും കൂടി കൂടട്ടെ എന്ന്. സുധീഷ് പറയുന്നു, വാ ബ്രോ, നിങ്ങൾ 4 പേരില്ലേ, ഞങ്ങൾ 3 പേരും കൂടി വടം വലിക്കാമെന്ന് പറയുകയാണ് സുധീഷ്. സുധീഷും ഹരീഷും സുഭാഷും കൂടി വടം വലിക്കുമ്പോൾ പുഞ്ചിരിച്ച് കൈകൊട്ടുകയാണ് നികേഷും നിധിയും. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് രാജീവും അരുണും ഹേമയും സാന്ദ്രയും നിഹാരികയും എല്ലാം. നിധി ചിരിച്ചുകൊണ്ട് കൈകൊട്ടുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കുകയാണ്. അരുൺ ദേഷ്യത്തോടുകൂടി അവരുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തുടങ്ങിയ രാജീവ് പറയുന്നു, അരുൺ വേണ്ട. ഹേമ പറയുന്നു, ഇവൾക്കൊന്നും നാണമില്ലേ? തടിമാടന്മാരായ 4 ആണുങ്ങളുടെ കൂടെ ഇവള് വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനെ മാത്രം കൂട്ടിക്കൊണ്ടു വന്നാ പോരെ, ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വരുന്നത് എന്തിനാ? ഇങ്ങനെ ഒരു വീട്ടില് ഇവള് തനിച്ച് ജീവിക്കുന്നതോർത്ത് എന്റെ നെഞ്ച് പടപടാന്നിരിക്കുക. ഇവിടെ വന്നപ്പോ കാണുന്നതോ ഇവന്മാരുടെ കൂടെ ഇവള് ടൂർ വന്നിരിക്കുന്നു. നിധിയും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, സുധീഷെ വലിയടാ. സുഭാഷും സുധീഷും ഹരീഷും ബലമായി വടം വലിക്കുമ്പോൾ അപ്പുറത്ത് വടം വലിച്ചുകൊണ്ടുവന്ന 4 ചെറുപ്പക്കാരും താഴേക്ക് വീഴുകയാണ്. സുഭാഷും ഹരീഷും സുധീഷും വിജയിക്കുകയാണ്. നിധി പറയുന്നു, സൂപ്പർ സുഭാഷ് ഏട്ടാ, കലക്കി. അവിടേക്ക് വന്ന അരുൺ വടം എടുക്കുകയാണ്. എല്ലാവരും അരുണിനെ ശ്രദ്ധിക്കുന്നു. ഹരീഷ് പറയുന്നു, സുധീഷെ വാ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്തിനാ ഇവന് ഞാൻ മാത്രം മതി. അരുൺ പറയുന്നു, താഴേക്ക് വീഴുവടാ, അവന്മാരെയും കൂട്ടിക്കോ. സുധീഷ് പറയുന്നു, അതെല്ലാം ഞാൻ നോക്കിക്കോളാം, തുടങ്ങാം. അരുൺ പറയുകയാണ്, തുടങ്ങാം. അരുണും സുധീഷും വടം വലിക്കുമ്പോൾ എല്ലാവരും കൈകൊട്ടുകയാണ്. കൈകൊട്ടിക്കൊണ്ട് രാജീവ് പറയുന്നു, വിടരുത് അരുൺ, അരുൺ വിട്ടുകൊടുക്കരുത്. അരുൺ തോൽക്കുമെന്ന അവസ്ഥ കാണുമ്പോൾ അരുൺ വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞ് അരികിലേക്ക് വന്ന രാജീവ് ആ വടത്തിൽ പിടിക്കുകയാണ്. സുധീഷിന്റെ ഒപ്പം ഹരീഷ് നിൽക്കുന്നു. വിട്ടുകൊടുക്കാതെ അവർ മത്സരിക്കുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും ഹേമയും സാന്ദ്രയും എല്ലാം. ഹേമ സാന്ദ്രയോട് പറയുന്നു, ഇതെന്താ ഇത്? ഹേമയും സാന്ദ്രയും രാജീവിന്റെയും അരുണിന്റെയും ഒപ്പം വടത്തിൽ പിടിക്കുകയാണ്. ഇത് കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. നികേഷും സുഭാഷും അവരുടെ ഒപ്പം കൂടുകയാണ്. നടുവിൽ നിൽക്കുന്ന നിധി ടെൻഷനോടുകൂടി 2 കൂട്ടരെയും നോക്കുന്നു. രാജീവും കുടുംബവും ശക്തമായി വടം വലിക്കുമ്പോൾ സുധീഷും കുടുംബവും തോൽക്കുമെന്ന് ഭയക്കുന്ന നിധി സുധീഷിന്റെ മുന്നിലേക്ക് കയറി നിന്ന് വടം വലിക്കുകയാണ്. ഇത് കണ്ട് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. രാജീവും വീട്ടുകാരും കണ്ണു തള്ളി നിധിയെ നോക്കുന്നു. നിധിയും കൂട്ടരും ശക്തമായി വടം വലിക്കുമ്പോൾ താഴേക്ക് വീഴുകയാണ് രാജീവ്. അരുണും ഹേമയും സാന്ദ്രയും മുന്നോട്ടേക്ക് വരുന്നു. അയ്യോ അച്ഛാന്ന് വിളിച്ച് നിധി ടെൻഷനോടുകൂടി രാജീവിനെ പിടിച്ച്
പിടിച്ചെഴുന്നേൽപ്പിക്കാനായി വരുമ്പോൾ അരികിലേക്ക് ഓടി വന്ന ഹേമ പറയുന്നു, മാറി നിൽക്കങ്ങോട്ട്, തൊടരുത്. രാജീവ് പറയുകയാണ്, എന്നെ തൊട്ടു പോകരുത്. അരുൺ പറയുന്നു, ഇവിടെ 4 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ 5 പേരുണ്ടായിരുന്നു. സുധീഷ് പറയുന്നു, നിധി 45-50 കിലോ അല്ലേ ഉള്ളൂ, നിധി വന്നതുകൊണ്ടാണോ നിങ്ങൾ തോറ്റുപോയത്? അരുൺ പറയുന്നു, എടാ നിങ്ങളുടെ ഭാഗത്ത് 4 ആണുങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ 2 പെണ്ണുങ്ങളും, ഇതാണോ ശരിക്കുള്ള മത്സരം? സുധീഷ് പറയുകയാണ്, നമ്മള് ഒറ്റയ്ക്കൊറ്റയ്ക്കായി നിന്നപ്പോൾ നിനക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അരുൺ പറയുന്നു, ഇപ്പൊ വാടാ, ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. നിധി പറയുന്നു, വേണ്ട സുധീഷ്, വിട്ടേര്. അരുൺ പറയുകയാണ്, അത് വേണം, ഞങ്ങളുടെ മുന്നിൽ തോൽക്കുമെന്നുള്ള ഭയം, ആ ഭയം എല്ലാവർക്കും വേണം. സുധീഷ് നിധിയെ ഒന്ന് നോക്കിയിട്ട് കുരുങ്ങി നിൽക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു, ശരി സുധീഷേ പോ. സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി അരുണിനോട് പറയുന്നു, പോയി ആ കയറെടുക്ക്. രാജീവ് പറയുന്നു, അരുണെ അവനെ വലിച്ചെറിഞ്ഞിട്ട് വാടാ. സുഭാഷ് ചോദിക്കുന്നു, നിധി എന്തിനാ ഇതെല്ലാം? നിധി പറയുന്നു, നടക്കട്ടെ സുഭാഷിട്ടാ, സുധീഷ് ജയിച്ചാൽ ഇവരുടെ വെല്ലുവിളികളും സംസാരങ്ങളും ഒന്നും കേൾക്കണ്ടല്ലോ. നികേഷ് പറയുന്നു, സുധീഷേട്ടാ പോ. സുധീഷും അരുണും കൂടി വടം വലിക്കുകയാണ്. അരുണിനെ വലിച്ച് താഴെയിട്ട് സുധീഷ് വിജയിക്കുകയാണ്. അരുണെ മോനെ എഴുന്നേക്കെന്ന് പറഞ്ഞ് അരികിലേക്ക് ഓടി വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ഹേമയും രാജീവും. നികേഷും ഹരീഷും കൂടി സുധീഷിനെ എടുത്തു പൊക്കുമ്പോൾ സന്തോഷത്തോടുകൂടി കൈകൊട്ടുകയാണ് നിധി. ദേഷ്യത്തോടുകൂടി അവരെ ഒന്ന് നോക്കിയിട്ട് രാജീവും കുടുംബവും അവിടെ നിന്ന് പോകുന്നു. നിധി പുഞ്ചിരിച്ച് സുധീഷിന് കൈ കൊടുക്കുകയാണ്. തുടർന്ന് നികേഷ് പാർക്കിലൂടെ നടന്നു വരുമ്പോൾ ഊഞ്ഞാലിൽ കയറിയിരിക്കാൻ പാടുപിടിക്കുകയാണ് നിഹാരിക. നികേഷ് നിഹാരികയെ സഹായിച്ച് ഊഞ്ഞാലാട്ടുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി അവിടേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, ആരാടാ നീ? നിഹാരികെ വാടി ഇങ്ങോട്ട്. ഞാൻ ഒന്നും ചെയ്തില്ലാന്ന് നികേഷ് പറയുമ്പോൾ ഹേമ പറയുകയാണ്, സത്യം പറയടാ, നീ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയല്ലായിരുന്നോ? നികേഷ് പറയുന്നു, അയ്യോ അല്ല മോളെ, ഊഞ്ഞാലാട്ടുകയായിരുന്നു ഞാൻ. ഈ സമയം അവിടേക്ക് വരികയാണ് രാജീവും അരുണും സാന്ദ്രയും. കുറച്ചപ്പുറത്തായി നിൽക്കുന്ന നിധിയും അവരെ ശ്രദ്ധിക്കുന്നു. ഹേമ പറയുന്നു, നിന്നെ ഞാൻ വിശ്വസിക്കില്ല, സത്യം പറയടാ, കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനല്ല നീ വന്നത്, നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കണം. ഈ സമയം മാനേജറും കുറച്ച് ആൾക്കാരും അവിടേക്ക് വരികയാണ്. ഹേമ രാജീവിനോട് പറയുന്നു, രാജീവേട്ടാ, നമ്മുടെ കുഞ്ഞിനെ ഇവൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, ഞാൻ കണ്ടപ്പോൾ ഇവൻ പറയുക ഊഞ്ഞാലാട്ടുകയായിരുന്നു എന്ന്. അരുൺ ചോദിക്കുന്നു, കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെന്നോ? എന്താടാ പിള്ളേരെ പിടിക്കുന്ന കൂട്ടരാണോ നിങ്ങള്? ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണോ റിസോർട്ടിൽ താമസിപ്പിക്കുന്നത്? നിധി ചോദിക്കുന്നു, എന്താ ഇവിടെ നടക്കുന്നത്? നികേഷ് പറയുകയാണ്, ഏട്ടത്തി, ഞാൻ ഇവരുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നായി ഇവര് പറയുന്നത്. നിധി പറയുന്നു, സർ, ഇവർക്ക് എന്നോടുള്ള പക കാരണമാണ് അനാവശ്യമായ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് എന്റെ അമ്മയാ, ഇതെന്റെ ചേട്ടന്റെ മോളും കുടുംബ പ്രശ്നങ്ങൾ കാരണം ഓരോരോ നുണകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഹേമ ചോദിക്കുന്നു, എടി ആരാടി നിന്റെ അമ്മ? ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയോളല്ലേ നീ? ഇപ്പൊ എന്താ അമ്മയാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു, അത് ഞാൻ കണ്ടു. നിധി പറയുന്നു, അമ്മ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ആ ക്ഷമ ഇല്ലാതാക്കരുതമ്മ. ഈ സമയം കുറച്ചപ്പുറത്തായി വന്ന സുധീഷും സുഭാഷും ഹരീഷും ടെൻഷനോടുകൂടി അവരെ നോക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, എന്താ നിന്റെ അമ്മയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? ഇത്രയ്ക്ക് നന്ദി കെട്ടവളാണ് നീയെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. നിധി ചോദിക്കുന്നു, എന്താ അച്ഛാ പറയുന്നത്? നിങ്ങൾ കള്ളം പറയുമ്പോൾ ആ കള്ളത്തിന്റെ കൂട്ടത്തിൽ ഞാനും നിൽക്കണോ? നികേഷിനെ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലേ? നികേഷ് ആരാണെന്ന് അറിയില്ലേ? പിന്നെന്താ മനസാക്ഷി പോലും ഇല്ലാതെ നികേഷ് നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്? ഇത് കേട്ട് ചിട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. സുഭാഷ് ചോദിക്കുന്നു, നികേഷ് എന്താ സംഭവിച്ചത്? നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ ഒന്നും ചെയ്തില്ല, ആ കുട്ടിയെ ഊഞ്ഞാലിൽ എടുത്തിരുത്തി ആട്ടി കൊടുക്കുകയായിരുന്നു, അതിന് ഞാൻ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇവര് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഹേമ പറയുന്നു, എടി നിന്നെ എങ്ങനെ വളർത്തിയതാ? ഞങ്ങളെ നാണം കെടുത്തിയിട്ട് ഈ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്ത് ഇവരാണ് പ്രധാനമെന്ന് പറഞ്ഞ് ഇവരുടെ അടുത്ത് തന്നെ നിൽക്കുകയാണല്ലോടി നീ. നിധി പറയുന്നു, അമ്മ ചെയ്യുന്ന തെറ്റുകൾ കണ്ടിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കണോ? അങ്ങനെ ഹേമയും നിധിയും കൂടി വഴക്കുണ്ടാക്കുകയാണ് അവിടെ. രാജീവും അരുണും അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ നികേഷിനെയും കൂട്ടി റൂമിലേക്ക് വെക്കോ, ഞാൻ പിന്നാലെ വരാം. സുഭാഷും ഹരീഷും നികേഷിനെയും കൂട്ടി റൂമിലേക്ക് പോകുമ്പോൾ ഹേമ ചോദിക്കുന്നു, എടി നിനക്ക് നാണമില്ലേടി? 4 ആണുങ്ങളുള്ള വീട്ടില് നീ മാത്രം തനിച്ച് അവരുടെ കൂടെ ജീവിക്കാൻ? ഇവന്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയെങ്കിൽ ഇവന്റെ കൂടെ എവിടെയെങ്കിലും പോയി തനിച്ച് ജീവിച്ചൂടെ നിനക്ക്? തടിമാടന്മാരെ പോലെയുള്ള 4 ആണുങ്ങളുള്ള വീട്ടിൽ നീ ജീവിക്കുന്നു, അത് പോരാഞ്ഞിട്ട് അവരെ എല്ലാവരെയും കൂട്ടി ടൂറ് വന്നിരിക്കുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, വാ അടയ്ക്കമ്മ, സ്വന്തം മകളെ അമ്മ തന്നെ ഇങ്ങനെ അപമാനിക്കുന്നല്ലോ, അങ്ങനെയാണോ അമ്മ എന്നെ വളർത്തിയത്? ഇവിടെ വന്ന സമയം തൊട്ട് നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ? അച്ഛനും അമ്മയല്ലേ എന്ന് കരുതി ഞാൻ മിണ്ടാതെ നിൽക്കുക, അതുകൊണ്ട് എന്തു വേണമെങ്കിലും പറയാമെന്നാണോ? ഞാൻ എല്ലാം കേട്ടു നിൽക്കുമെന്ന് വിചാരിച്ചോ? കണ്ണു നിറഞ്ഞ ഹേമ പറയുന്നു, സംസാരിക്കടി, നീ സംസാരിക്ക്, നന്നായി സംസാരിക്ക്, നിന്നെ പെറ്റി വളർത്തിയതിന് എനിക്ക് ഇത് വേണം, നീ സന്തോഷമായിട്ട് ജീവിക്ക്, അതല്ലേ നിന്റെ കുടുംബം, അവരുടെ കൂടെ പോയി സന്തോഷമായിട്ട് ജീവിക്ക്, ഇനി മേലാൽ എന്നെ അമ്മയെന്ന് വിളിച്ച് എന്റെ അരികിലേക്ക് വന്നു പോകരുത്. അങ്ങനെ ഹേമ അവിടെ വന്ന് പോകുമ്പോൾ സാന്ദ്ര പറയുന്നു, നിധി ഈ അവസ്ഥയിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്, ഒരേ കുടുംബത്തിലുള്ളവർ തന്നെ ശത്രുക്കളെ പോലെ നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിധി പറയുന്നു, സാരമില്ല ഏട്ടതി, എല്ലാം മറന്ന്
മറന്ന് പഴയതുപോലെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തിട്ട് തെറ്റിന് മുകളിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി ഏട്ടത്തി, ഞാൻ പോവാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ സാന്ദ്ര ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. സാന്ദ്രയെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്ന് ബാഗും എടുത്ത് റിസോർട്ടിലൂടെ നടന്നു വരികയാണ് രാജീവും കുടുംബവും. കുറച്ചിപ്പുറത്തായി നിൽക്കുകയാണ് നിധി. അവർ ദേഷ്യത്തോടുകൂടി നിധിയെ നോക്കുന്നു. രാജീവ് നിധിയുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് ഹേമ പറയുന്നു, രാജീവേട്ടാ വേണ്ട, ഞാൻ പോകാം. കുറച്ചപ്പുറത്തായി വന്ന സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. നിധിയുടെ അരികിലേക്ക് വന്ന ഹേമ പറയുന്നു, ഇങ്ങനെ ഒരു രാക്ഷസി എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ നോർക്കുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുകയാടി. നീ സന്തോഷമായിട്ട് ജീവിക്ക്. ഇത് കേട്ട് നിധിയും സുധീഷും വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ വാ പോകാന്ന് പറഞ്ഞ് ഹേമ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് ഹേമയുടെ പിന്നാലെ പോവുകയാണ് രാജീവ്. നിഹാരികയും കൂട്ടിക്കൊണ്ട് വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് സാന്ദ്ര. നിധിയുടെ അരികിലേക്ക് വന്ന അരുൺ പറയുന്നു, അവന്മാര് കൂടെയുള്ള ധൈര്യത്തിലല്ലേടി നീ ഈ അഹങ്കാരം എല്ലാം കാണിക്കുന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാമടി. അങ്ങനെ അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ സാന്ദ്രയുടെ ഒപ്പം പോകുന്ന നിഹാരിക തിരിച്ചോടി വന്ന് നിധിയെ കെട്ടിപ്പിടിക്കുകയാണ്. നിധി സന്തോഷത്തോടുകൂടി നിഹാരികയെ ചേർത്ത് പിടിക്കുന്നു. ദേഷ്യത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് വന്ന അരുൺ നിഹാരികയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നാലെ പോകുന്ന സാന്ദ്ര നിധിയെ തിരിഞ്ഞു നോക്കി ഞാൻ പിന്നെ വിളിക്കാമെന്ന് കൈകൊണ്ട് കാണിച്ച് പതിയെ അരുണിന്റെ പിന്നാലെ പോവുകയാണ്. വിഷമത്തോടുകൂടി നിൽക്കുന്ന നിധിയെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, നിധി സ്വീറ്റ്സ് കഴിക്കുന്നു? അങ്ങനെ സുധീഷ് കുറച്ച് സ്വീറ്റ്സ് നിധിയുടെ നേരെ നീട്ടുകയാണ്. നിധി ചോദിക്കുന്നു, സ്വീറ്റ്സോ? നികേഷുമായി സംസാരിച്ചായിരുന്നോ? അവൻ ഓക്കെ ആണോ? സുധീഷ് പറയുന്നു, അവൻ ഓക്കെയാ, അവൻ ഒരു കുഴപ്പമില്ല. അവനെ കുറ്റപ്പെടുത്തിയ നിധിയുടെ അമ്മയുടെ വായടപ്പിച്ചില്ലേ നിധി. നികേഷ് അതൊന്നും വലിയൊരു കാര്യമായി കണ്ടിട്ടില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ആലോചിച്ച് അവൻ വിഷമിച്ചിരിക്കുന്നത്. ഈ സ്വീറ്റ്സ് ഒന്ന് കഴിച്ച നിധി, ഇവിടെ ഫേമസ് ആണ് ഈ സ്വീറ്റ്സ്, കഴിച്ചു നോക്ക്. നിധി പറയുന്നു, വേണ്ട. സുധീഷ് പറയുകയാണ്, ഞാൻ കഴിച്ചു നോക്കിയിട്ടാ പറയുന്നത് നിധി, അതുകൊണ്ടാ നിധിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നത്. നല്ല ടേസ്റ്റ് ഉള്ള സ്വീറ്റ്സാ. ഇത് മുഴുവൻ ഞാൻ കഴിക്കുവേ, വേണമെങ്കിൽ ഇപ്പൊ കഴിച്ചോ. പിന്നെ ഞാൻ കഴിച്ചു തീർത്തിട്ട് സ്വീറ്റ്സ് ചോദിച്ചോണ്ട് വരരുത്. കഴിച്ചു നോക്ക്. ശരി താന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിച്ചു നോക്കി. നിധി പറയുന്നു, സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന് നല്ല എരിയുണ്ടല്ലോ. കണ്ണു തള്ളി സുധീഷ് ചോദിക്കുന്നു, എരിയോ? നിധി പറയുകയാണ്, കഴിച്ചു നോക്ക്. കഴിച്ചു നോക്കി സുധീഷ് പറയുന്നു, ശരിയാ എരിയുണ്ട്. സുധീഷ് മനസ്സിൽ പറയുകയാണ്, അവൻ അപ്പോഴേ ഹിന്ദിയിൽ എന്തോ പറഞ്ഞായിരുന്നു. സ്വീറ്റ്സ് ചോദിച്ചപ്പോൾ എരിയുള്ള പലഹാരം തന്നു വിട്ടിരിക്കുക. നിധി ചോദിക്കുന്നു, ഇതാണോ സ്വീറ്റ്സ്? നിങ്ങളെ ഞാൻ ഇന്നെന്ന് പറഞ്ഞ് നിധി ആ സ്വീറ്റ്സ് എല്ലാം സുധീഷിന്റെ ദേഹത്തേക്ക് എറിയാനായി തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്ന സുധീഷ് പറയുന്നു, സോറി നിധി, നിധി വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചെയ്തതാ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് നിധി. തുടർന്ന് മടങ്ങി പോകാനായി ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും. ബാഗും എടുത്ത് അവരുടെ അരികിലേക്ക് വരികയാണ് നിധി. വിഷമത്തോടു കൂടി ഇരിക്കുന്ന നികേഷിനെ കണ്ട് നിധി ചോദിക്കുന്നു, എന്തു പറ്റി നികേഷ്? നികേഷ് പറയുകയാണ്, ഇത്ര പെട്ടെന്ന് മടങ്ങി പോകാറായി, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. സുഭാഷ് പറയുന്നു, നികേഷ് നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊക്കെ വരാം. നികേഷ് ചോദിക്കുകയാണ്, ഏട്ടത്തി അപ്പൊ ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വരുമോ? നിധി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി വരുമടാ. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പറയണ്ട, ഏട്ടത്തി പറയട്ടെ, വരുമോ ഏട്ടത്തി ഞങ്ങളുടെ കൂടെ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, വരാം നികേഷ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ബാഗും എടുത്ത് റിസോർട്ടിൽ നിന്നും പോവുകയാണ്. തുടർന്ന് രാത്രി കാറിൽ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് എല്ലാവരും. ഹരീഷ് കാർ ഓടിക്കുമ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കുകയാണ് സുഭാഷ്. പിന്നിലായി സുധീഷും നിധിയും നികേഷും ഇരിക്കുന്നു. നികേഷിന്റെയും നിധിയുടെയും നടുക്കായിട്ടാണ് സുധീഷ് ഇരിക്കുന്നത്. സുഭാഷ് പറയുന്നു, ഹരീഷ് നീ നന്നായി വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഹരീഷ് ഓടിക്കുമ്പോൾ അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സുധീഷ് പറയുന്നു, എടാ ഹരീഷ് വണ്ടിക്ക് 4th ഗിയർ ഉണ്ട്, അതും കൂടി ഇടാം. ഹരീഷ് പറയുകയാണ്, രാത്രി ഒരുപാട് സ്പീഡ് വേണ്ടാന്ന് വിചാരിച്ചു. ഇത് കേട്ട് നിധി പറയുന്നു, ഇത്രയും സ്പീഡിൽ പോയാ മതി. ഹരീഷ് നന്നായാണ് കാർ ഓടിക്കുന്നത്. തുടർന്ന് ചാരി കിടന്നുറങ്ങുകയാണ് സുഭാഷും നികേഷും. ചാരി ഇരുന്നുറങ്ങുന്ന നിധി സുധീഷിന്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുകയാണ്. കണ്ണാടിയിലൂടെ ഹരീഷ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് നിധി തന്റെ തോളിൽ ചാരി കിടന്നുറങ്ങുന്നത് സെൽഫി എടുക്കുകയാണ്. തുടർന്ന് രാവിലെ വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് അവർ. ഉറക്കമുണർന്ന നിധി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, വീട്ടിലെത്തിയോ? സുഭാഷ് പറയുന്നു, വീടെത്തി മോളെ, നിങ്ങൾ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. യാത്രയുടെ നല്ല ക്ഷീണം കാണും. സുധീഷ് നികേഷിനെ തട്ടി വിളിക്കുകയാണ്. ഉറക്കത്തിൽ നികേഷ് പറയുന്നു, നല്ല തണുപ്പുണ്ട്, അവിടെയൊക്കെ കാണാൻ എന്തു ഭംഗിയാണ്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ഹരീഷ് പറയുന്നു, അവനെ തട്ടി ഉണർത്ത്, അവൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. നികേഷിനെ ഉറക്കം വിളിച്ച് തട്ടി ഉണർത്തുകയാണ് സുധീഷ്. നികേഷ് ചുറ്റും നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, വീട്ടിലെത്തിയടാ. നികേഷ് ചോദിക്കുകയാണ്, വീടോ? ഇത്ര പെട്ടെന്ന് വന്നു? തുടർന്ന് ബാഗും എടുത്ത് അവർ വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ വാതില് പൂട്ടി കിടക്കുന്നതായി കാണുകയാണ്. ഭാസ്കറിനെ അവിടെയെങ്കിലും കാണുന്നില്ല. സുഭാഷ് പറയുന്നു, അച്ഛൻ എവിടെയോ പോയെന്ന് തോന്നുന്നു, ഞാനെന്നാ ഫോൺ വിളിച്ചു നോക്കട്ടെ. സുധീഷ് പറയുന്നു, നമ്മള് രാവിലെ തന്നെ വരുമെന്ന് നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞതല്ലേ, വീട്ടിലിരിക്കാതെ ഇതെവിടെ പോയതാ? സുഭാഷ് പറയുന്നു, അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹരീഷ് പറയുന്നു, അച്ഛൻ ഈ വീട് നന്നായി പൂട്ടി
പൂട്ടിയിട്ടൊന്നും ഉണ്ടാകില്ല. അപ്പുറത്ത് എവിടെയെങ്കിലും തുറന്നു കിടപ്പുണ്ടായിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷ് പിൻവാതിലിന്റെ അരികിലേക്ക് ചെന്ന് നോക്കുകയാണ്. ആ വാതിലും അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെയും അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഒരു രക്ഷയില്ല, നന്നായി പൂട്ടിക്കെട്ടി പോയിരിക്കുക. സുധീഷ് പറയുന്നു, നമ്മൾ വരുമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും വീടെല്ലാം പൂട്ടിയിട്ട് പോയിരിക്കുക. ഇയാളെന്താ വലിയ കളക്ടർ ജോലിയാണോ നോക്കുന്നത്? സുധീഷും ഹരീഷും ഭാസ്കറിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സുഭാഷ് ഭാസ്കറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നില്ല. നിധി ക്ഷീണത്തോടുകൂടി ഭാസ്കറിന്റെ ബെഡിലേക്ക് ഇരിക്കുന്നു. തുടർന്ന് സുഭാഷ് പറയുന്നു, ചായക്കടയിലും കാണാൻ പോയി കാണും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാനും കൂടി വരാം. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ദേഷ്യത്തോടു കൂടി വാതിലിൽ ചവിട്ടുകയാണ് നികേഷ്. എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ നിധി പറയുന്നു, നികേഷ് അടങ്ങിയിരി, വീട് ചവിട്ടി പൊളിക്കാതെ. സുഭാഷ് പറയുന്നു, നിങ്ങൾ ദേഷ്യപ്പെടാതെ നിൽക്ക്, ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാം. ഈ സമയം പാട്ടും പാടി സൈക്കിളിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ. എല്ലാവരെയും കണ്ട് ഭാസ്കരൻ ചോദിക്കുന്നു, ടൂറിസ്റ്റ് ഫാമിലി രാവിലെ വന്നോ? സുധീഷ് ചോദിക്കുന്നു, ഞങ്ങൾ രാവിലെ വരുമെന്ന് അറിയത്തില്ലേ, പിന്നെന്തിനാ വീട് പൂട്ടിയിട്ട് പോയത്? ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ വരുമെന്നറിഞ്ഞ് പാട്ടും കൂത്തുമായി വരവേൽക്കണമായിരുന്നു. ഹരീഷ് പറയുന്നു, അതൊന്നും വേണ്ട, വീടെന്തിനാ പൂട്ടിട്ട് പോയത്? ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എത്ര നേരം ഞങ്ങൾ പുറത്തിരിക്കണം? കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നിന്റെയൊക്കെ കാലൊടിയുമോന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, പക്ഷെ പാവം നിധിയും ഞങ്ങളുടെ ഒപ്പം വെയിറ്റ് ചെയ്യുകയല്ലേ, വാഷ്റൂമിൽ പോവുകയും ഫ്രഷ് ആവുകയും ഒക്കെ വേണ്ടേ? അച്ഛൻ പൂട്ടിയിട്ട് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് കേട്ട് ഭാസ്കരൻ വിഷമത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്യാനാ, നമ്മളെ പുറത്തു നിർത്തി വിഷമിപ്പിക്കാൻ. ഭാസ്കരൻ പറയുന്നു, ഞാൻ ഈ വീടിന്റെ സെക്യൂരിറ്റി അല്ല, ഐ എം യുവർ ഡാഡി, ഓണർ ഓഫ് ദിസ് ഹൗസ്. ഭാസ്കറിന്റെ പോക്കറ്റിൽ നിന്നും താക്കോൽ എടുത്ത് നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഹരീഷ്. നികേഷ് വാതിൽ തുറക്കുമ്പോൾ അകത്തേക്ക് പോവുകയാണ് നിധിയും ഹരീഷും. സുധീഷ് പറയുന്നു, നോക്ക്, ഈ പരിപാടി ഇനി മേലാൽ കാണിച്ചു പോകരുത്, കുറച്ച് കൂടുന്നുണ്ട്. വീട്ടിലൊരു പെണ്ണുള്ളത് കൊണ്ടാ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ഭാസ്കരൻ ചോദിക്കുന്നു, അവൾ ആരാ, നിന്റെ ഭാര്യയാണോ? അല്ലല്ലോ, പിന്നെന്താ? വാതിലിന്റെ അരികിലേക്ക് വന്ന നിധി അവരെ ശ്രദ്ധിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, ആരായാൽ നിങ്ങൾക്കെന്താ? ആ പെൺകുട്ടി ഈ വീടിന് പുറത്ത് നിൽക്കുകയല്ലേ, കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഭാസ്കരൻ ദേഷ്യത്തോടുകൂടി സുധീഷിനോട് സംസാരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, സുധീഷേ വേണ്ട, വാ നമുക്ക് അകത്തേക്ക് പോകാം. അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ 2 ദിവസം വലിയ സന്തോഷമായിരുന്നു, വന്ന ഉടനെ ഇയാളുടെ മുഖം കണ്ട് വെറുത്തുപോയി. ഭാസ്കരൻ പറയുന്നു, അങ്ങനൊക്കെ തോന്നുവാടാ, പറയുന്നത് കേട്ടാൽ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തതുപോലെ തോന്നുവല്ലോ, കൂടിയാലൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കാണും. ഭാസ്കരനെ എതിർത്ത് സംസാരിക്കുകയാണ് സുധീഷും ഹരീഷും. അവരെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സുഭാഷ്. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിധിയും നികേഷും. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.